പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നുള്ള ഭാഗമായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ രാജ്യത്തിന് മൊത്തമായിട്ടൊരു ഗവൺമെൻറ് ഉണ്ട്. ഇനി ഓരോ സംസ്ഥാനങ്ങളിലും മറ്റൊരു ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഭരണ സംവിധാനം ഏത് രീതിയിലാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിട്ടും അധികാരമുള്ള വ്യക്തികൾ, അവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമുക്ക് ഗവർണറെ ഡിസ്കസ് ചെയ്യാനുണ്ട്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതേപോലെ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ മൂന്ന് ഭാഗങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഗവർണർ എന്നുള്ള റോള് അത് ഏത് രീതിയിലാണ് പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഇന്ത്യൻ്റെ പ്രസിഡന്റ് അല്ലേ. അപ്പോൾ അതേപോലെ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇടയിൽ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമ്മളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അല്ലേ, കേരളത്തിൻ്റെ ഗവർണർ. അപ്പോൾ ഗവർണർ എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും മധ്യത്തിൽ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണറെ നിയമിക്കുന്നത്, അതായത് ഗവർണറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഓരോ സംസ്ഥാനങ്ങളിലേക്കും അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ മന്ത്രിസഭയുടെ ചുമതല പ്രകാരമാണ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ത് ചെയ്യുക, ഓരോ സംസ്ഥാനത്തേക്കും ഗവർണറെ നിയമിക്കുക. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളിൽ ഗവർണറെ നിയമിക്കുന്ന അവസരത്തിൽ ഫോളോ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. ഒന്ന്, ആ സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയെ ആ സംസ്ഥാനത്ത് എന്ത് ചെയ്യില്ല, ഗവർണറായിട്ട് നിയമിക്കാറില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഒരിക്കലും അദ്ദേഹം കേരളക്കാരനായിരിക്കില്ല എന്നുള്ളതാണ്. ഇനി നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ടുണ്ട്. അതാത് സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ എന്ത് ചെയ്യില്ല, ആ സംസ്ഥാനത്ത് തന്നെ ഗവർണറായി നിയമിക്കാറില്ല. രണ്ടാമത്തേത്, ഗവർണറെ നിയമിക്കുന്നതിന് മുൻപായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഓക്കെ, ചർച്ച ചെയ്യാന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഓക്കെ, ഇങ്ങനെ രണ്ട് ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരു ഗവർണറെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് പ്രസിഡൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ഗവർണർക്കും വേണം. ഒന്നാമത്തത്, മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരനായിരിക്കണം. ദെൻ 35 വയസ്സ് പൂർത്തീകരിക്കണം. മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് 35. ഓക്കെ, ദെൻ മസ്റ്റ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുമാനം നേടുന്ന ഏതെങ്കിലും ജോലിയോ മറ്റുള്ള ആളാകാൻ പാടില്ല. മസ്റ്റ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദി യൂണിയൻ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഏതെങ്കിലും സംസ്ഥാനത്തെ സ്റ്റേറ്റ് നിയമസഭകളിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലോ അംഗമാവാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഗവർണറുടെ ടേം ഓഫ് ഓഫീസ് കാലാവധി എത്രയാണെന്നുള്ളതാണ്. നോർമലി 5 ഇയേഴ്സാണ് ഗവർണറുടെ ഓഫീസിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, 5 വർഷമാണ്. ഇനി 5 വർഷം കഴിഞ്ഞാൽ പ്രസിഡൻറ്റിന് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ കേരളത്തിൻ്റെ നല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും നിയമിക്കാം. അതിനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അഴിമതിയോ മറ്റോ പ്രശ്നങ്ങളോ ചൂണ്ടിക്കാണിച്ചാൽ പ്രസിഡൻറ്റിന് അദ്ദേഹത്തെ ഏത് നിമിഷം എന്ത് ചെയ്യാം, ആ സ്ഥാനത്ത് നിന്നും മാറ്റാം. ഓക്കെ, ഏത് സമയത്തും പ്രസിഡൻറ്റിനെ മാറ്റാം. ഇനി ഗവർണർക്ക് സ്വമേധയാ രാജിവെക്കുന്നതിനുള്ള അധികാരമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രാജിക്കത്ത് പ്രസിഡൻറ്റിന് എന്ത് ചെയ്താൽ മതി, സമർപ്പിച്ചാൽ മതി. അപ്പോൾ പിന്നെ പാർലമെൻറ്റ് നിശ്ചയിക്കുന്ന രീതിയിൽ എല്ലാ മാസവും കൃത്യമായ ശമ്പളവും മറ്റ് അലവൻസുകളൊക്കെ ഗവർണർക്ക് ലഭ്യമാകും. ഇനി കൂടുതൽ പേഴ്സണൽ സ്റ്റാഫുകൾ അനുവദിക്കും. അതോടൊപ്പം ഓഫീസിൽ റെസിഡൻസ് എന്ന രീതിയിൽ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസ് ഉണ്ടാകും. പിന്നെ റെസിഡൻസ് താമസ സംവിധാനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ രാജ്ഭവൻ കൂടുതൽ അറിയപ്പെടുക ഗവർണറുടെ ഓഫീസിനെ. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഗവർണർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പവേഴ്സ് ദി ഗവർണർ എൻജോയ്സ്, ഗവർണർക്ക് വ്യത്യസ്ത മേഖലയിൽ അധികാരങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. എന്തൊക്കെയാണ് അധികാരങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ അധികാരങ്ങൾ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, പിന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ എന്നുള്ള രീതിയിൽ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗവർണറുടെ അധികാരങ്ങൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ, ദെൻ എമർജൻസി പവേഴ്സ്, ഇങ്ങനെയാണ് 4 അധികാരങ്ങൾ വരുന്നത്. അതിലെന്തൊക്കെയാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 154 അനുസരിച്ച്
ഗവർണർക്ക് വ്യത്യസ്തങ്ങളായ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തുമാണ് ഗവർണർ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓരോ സംസ്ഥാനത്തെയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇനി അതേ സംസ്ഥാനത്തെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും പ്രസിഡന്റിന് സമർപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഗവർണർക്കാണ്. മൂന്നാമത്തത്, സംസ്ഥാനങ്ങളിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറായിരിക്കും. ഓക്കെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും, ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറാണ്. വൈസ് ചാൻസലർ വേറെ ഉണ്ടാകും. ഓക്കെ, പിന്നെ പ്രോ വൈസ് ചാൻസലർ ഉണ്ടാകും. അതിൽ നമ്മൾ പറയുന്നത് ഗവർണർ, എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഗവർണർ എന്ന് പറയുന്നത് അത് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ എന്ന് പറയുന്നത് അത് ഗവർണർ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട അധികാരമാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് അല്ലേ. ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികാരങ്ങൾ ഗവർണർക്ക് ഒരുപാടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാന നിയമസഭയുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനോ മീറ്റിംഗ് പിരിച്ചുവിടുന്നതിനൊക്കെയുള്ള അധികാരം ഗവർണർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സംസ്ഥാന നിയമസഭ, നമ്മൾ കേരളത്തിൻ്റെ നിയമസഭാ മീറ്റിംഗ് കൂടണമെങ്കിൽ അത് പിരിച്ചുവിടണമെങ്കിലൊക്കെയുള്ള അധികാരം ഗവർണർക്ക് ഉണ്ടായിരിക്കും. ഇനി നിയമസഭയുടെ ഓരോ പുതിയ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയോ അവയുടെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഓക്കെ, ഗവർണറാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ഓക്കെ, അപ്പോൾ എവറി ന്യൂ സെഷൻ, പുതിയ സെഷനൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നയപ്രഖ്യാപനം നടത്തുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇനി ചില സംസ്ഥാനങ്ങളിൽ 2 സംവിധാനങ്ങളെയും ഒരുമിച്ച് ജോയിൻറ്റ് മീറ്റിംഗ് വിളിക്കുന്നതിനുള്ള അധികാരവും ഗവർണർക്കുണ്ട്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ MLA മാർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരൊറ്റ സഭയേ ഉണ്ടാവുള്ളൂ. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ MLA ഉണ്ട്, MLC ഉണ്ട്. അത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 സംവിധാനങ്ങളുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ 2 സംവിധാനങ്ങളെയും ഒരുമിച്ച് മീറ്റിംഗ് വിളിക്കുന്നതിനുള്ള അധികാരവും ഗവർണർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ വ്യക്തികളെ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ആയിട്ട് വ്യക്തികളെ നിയമിക്കുന്നതിനുള്ള അധികാരവും ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നുള്ള രീതിയിൽ ഗവർണർക്ക് നിക്ഷിപ്തമാണ്. ഇനി സഭയിൽ മണി ബില്ല് അഥവാ ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് ഗവർണറുടെ മുൻകൂർ അനുമതി വാങ്ങൽ അത്യാവശ്യമാണ്. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സഭയിലെ മീറ്റിംഗ് കൃത്യമായി നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ നടത്തിപ്പോരുന്നതിന് പ്രത്യേകം ആളുകളെ നിയമിക്കുന്നതിനുള്ള അധികാരവും ഗവർണർക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി സംസ്ഥാന നിയമസഭകളിൽ പാസ്സാക്കുന്ന ഏതൊരു ബില്ലും നിയമമായി മാറണം എന്നുണ്ടെങ്കിൽ അതിൽ ഗവർണർ ഒപ്പിടണം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കണം എന്ന് പറയുന്നത് പോലെ സംസ്ഥാനത്തൊരു ബില്ല് പാസ്സാവണമെങ്കിൽ അവിടെ ആ സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണോ അദ്ദേഹത്തിൻ്റെ ഒപ്പ് കിട്ടൽ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ചില ബില്ലുകളെ കൃത്യമായി തിരിച്ചയക്കാനും ചില ബില്ലുകളെ പിടിച്ചു വെക്കാനും ചില ബില്ലുകൾക്ക് ഒപ്പിടാനൊക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്. അത് ഗവർണർക്ക് തോന്നുകയാണ് ഇത് മോശപ്പെട്ടൊരു സംവിധാനമാണ്, ഇത് ഇപ്പോൾ ഒപ്പിടേണ്ടതില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒപ്പിടാതെ അത് പിടിച്ചു വെക്കാം. ഇനി ചിലപ്പോൾ ചില ബില്ലുകൾ പെട്ടെന്ന് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ആ രീതിയിൽ ഇങ്ങനെ ചില ബില്ല് രാജ്യത്തിൻ്റെ മോശമായിട്ടുള്ള വ്യവസ്ഥിതിയിലേക്ക് നയിക്കുമെന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പിടാതിരിക്കാനുള്ള അധികാരവും ഗവർണർക്കുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അധികാരങ്ങൾ ഗവർണർക്ക് അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ജുഡീഷ്യൽ പവേഴ്സ്, ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ, അതായത് കോടതികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ. സംസ്ഥാനത്തെ കുറ്റവാളികളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ശിക്ഷ ലഘൂകരിക്കുന്നതിന് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനൊക്കെ അധികാരം ഗവർണർക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ്റെ പ്രസിഡന്റിന് ദയാഹർജി സ്വീകരിക്കുന്നതിനുള്ള അധികാരമുണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഗവർണർക്ക് സംസ്ഥാനത്തെ കുറ്റവാളികൾ ഏതെങ്കിലും തരത്തിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ ലഘൂകരിക്കുന്നതിനോ ശിക്ഷയെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനോ ഒക്കെയുള്ള അധികാരം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജുഡീഷ്യൽ പവറായിട്ട് പറയുന്നത്. ഇനി എമർജൻസി പവർ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ. അപ്പോൾ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വ്യക്തിയായിരിക്കും ഗവർണറായിട്ട് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസിയാണ്. നമ്മുടെ രാജ്യത്ത് 3 രീതിയിലാണ് എമർജൻസി ഉള്ളത്. അതൊന്ന് ആർട്ടിക്കിൾ 356 മറ്റൊന്ന് 352 മറ്റൊന്ന് 360 ഇങ്ങനെ 3 ആർട്ടിക്കിൾസാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ 356 ഏതെങ്കിലും സംസ്ഥാനത്ത് മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിലുള്ള വകുപ്പാണ്. അപ്പോൾ ഈ രീതിയിൽ സംസ്ഥാനത്ത് മൊത്തം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവർണർക്ക് കൃത്യമായ അധികാരങ്ങളുണ്ട്.
ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തെ ആർട്ടിക്കിൾ 356 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡൻറ്റിന് നിർദ്ദേശം നൽകാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അങ്ങനെ പ്രസിഡന്റ് ആർട്ടിക്കിൾ 356 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗവർണറായിരിക്കും ആ സംസ്ഥാനത്തിൻ്റെ ഭരണതലവനായിട്ട് എന്ത് ചെയ്യുക, അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ രണ്ടാമത്തെ വർഷം തന്നെ, അതായത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ്, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് 1957 ദെൻ 56 കേരളം നിലവിൽ വന്നു. 57 ആദ്യത്തെ ഇലക്ഷൻ നടന്നു. 58 തന്നെ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇനി ഗവർണർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സംസ്ഥാന ഭരണത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സംസ്ഥാനത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് കേട്ടോ. മന്ത്രിസഭ വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് സംസ്ഥാനത്തെ മന്ത്രിസഭ. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിൽ മന്ത്രിസഭയും അധികാരത്തിൽ വരുന്നുണ്ട് അല്ലേ. അപ്പം അതിനെ നമ്മൾ ഗവൺമെൻറ് എന്ന് വിളിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടിയുടെ നേതാവിനെ ഗവർണർ മുഖ്യമന്ത്രിയായിട്ട് എന്ത് ചെയ്യും, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം കൈമാറും. പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള മന്ത്രിമാരെയൊക്കെ നിയമിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്ത രീതിയിലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് വി ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി അല്ലേ. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മറ്റൊരു വ്യക്തിയുണ്ട്, ആർ ബിന്ദു എന്ന് പറയും. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത മന്ത്രിമാരുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരൊക്കെ നിയമിക്കുന്നതിനുള്ള അധികാരം, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണുള്ളത്. നിയമിക്കാനുള്ളതല്ല, മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്. പകരം നിയമിക്കുന്നത് ഗവർണറായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് എന്ത് ചെയ്യുന്നത്, മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടങ്ങുന്ന സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെയാണ് നമ്മൾ സംസ്ഥാന മന്ത്രിസഭ അഥവാ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടങ്ങുന്ന ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെയാണ് സംസ്ഥാന മന്ത്രിസഭ എന്ന് വിളിക്കുന്നത്. ഇനി സംസ്ഥാന മന്ത്രിസഭയുടെ തലവനായി അറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ മന്ത്രിസഭയുടെ തലവനായിട്ട് അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിൽ അത് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ഇനി മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതിന് ഉപദേശം അല്ലെങ്കിൽ അതിനുള്ള ഉപദേശം നൽകുന്നതിനൊക്കെയുള്ള അധികാരം മുഖ്യമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കൂടാതെ ഓരോ മന്ത്രിമാർക്കും വ്യത്യസ്ത വകുപ്പുകൾ കൈമാറുന്നതിനും മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. മന്ത്രിസഭ മീറ്റിങ്ങുകൾ നടക്കുന്ന അവസരത്തിൽ അതിൻ്റെ ചെയർമാനും മുഖ്യമന്ത്രിയായിരിക്കും. ഗവർണർക്ക് മറ്റു മന്ത്രിമാർക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട ലിങ്കായി പ്രവർത്തിക്കുന്നതും മുഖ്യമന്ത്രിയായിരിക്കും. സംസ്ഥാനത്തെ മൊത്തം ഭരണ സംവിധാനത്തെ കോർഡിനേറ്റ് ചെയ്യേണ്ട വ്യക്തിയും മുഖ്യമന്ത്രിയാണ്. ഇനി ചീഫ് മിനിസ്റ്റർ അല്ലേ, നമ്മളെ ചീഫ് മിനിസ്റ്ററെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നതിലാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, ചീഫ് മിനിസ്റ്ററെ നിയമിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള പാർട്ടിയുടെ, അതായത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ള പാർട്ടിയുടെ ലീഡറിനെയാണ് മുഖ്യമന്ത്രിയായിട്ട് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 അനുസരിച്ചിട്ടാണ്. ഇനി ടേം ഓഫ് ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാലാവധി എത്ര ആയിരിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പദവിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, നിലവിലിപ്പോൾ നമ്മളെ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഒരു വർഷം അദ്ദേഹം 5 വർഷം പൂർത്തീകരിച്ചു. പിന്നീട് അടുത്ത ടേമിൽ ഇപ്പോൾ ഏകദേശം 3 വർഷം ആകുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുഖ്യമന്ത്രി പദവിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെന്നുള്ളതാണ്. എന്നാൽ അതിനു മുൻപ് സംസ്ഥാന നിയമസഭകളിൽ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അധികാരം നഷ്ടമാകുന്നതാണ്. അപ്പം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, മാറി നിൽക്കേണ്ടി വരും. അപ്പം ഒഫീഷ്യലി കാലാവധി 5 വർഷമാണ് നിലനിൽക്കുന്നത്. ചീഫ് മിനിസ്റ്ററുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതായത് മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം അധികാരങ്ങളാണുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ പഠിച്ചപ്പോൾ രാജ്യത്ത് മൊത്തത്തിലുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അധികാരമുണ്ട്. അതാണ് പറയുന്നത്. ഒന്നാമത്തേത് ആസ് എ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയുടെ ഹെഡ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള അധികാരങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും മന്ത്രിസഭയിലെ മന്ത്രിമാരെ രാജി ആവശ്യപ്പെടുന്നതിന് അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. ഓക്കെ, മുഖ്യമന്ത്രിക്ക് എന്ത് പറയാം, രാജിവെക്കാൻ പറയാം. ബാക്കി ഏതെങ്കിലും മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. ഇനി മന്ത്രിസഭയുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന അവസരത്തിൽ അതിൻ്റെ ചെയർമാൻ, അധ്യക്ഷത വഹിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രിയായിരിക്കും.
ഇനി മറ്റുള്ള എല്ലാ വകുപ്പുകളിലെയും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പുകളിലൊക്കെ ഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. ഇനി മന്ത്രിമാർക്കും ഗവർണർമാർക്കും ഇടയിൽ ഒരു ലിങ്കായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് മന്ത്രിമാർക്കും ഗവർണർക്കും ഇടയിൽ ഒരു ലിങ്കായിട്ട് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻ റിലേഷൻ ടു ദി ഗവർണറുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അധികാരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാനത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരുപാട് അധികാരങ്ങൾ മുഖ്യമന്ത്രിക്കുണ്ട്. എപ്പോഴും ഗവർണറെ സർക്കാരിൻ്റെ നയങ്ങളും മറ്റും അറിയിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളിലേക്കും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ അധികാരങ്ങൾ മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, ഗവർണർ അത് ഉപയോഗിക്കുക. അപ്പോൾ മന്ത്രിസഭ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരെയാണോ ഗവർണർക്ക് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ലിസ്റ്റ് കൊടുക്കുന്നത് അവരെ ഗവർണർ നിയമിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അപ്പം മുഖ്യമന്ത്രി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾ കൃത്യമായി ഗവർണറെ ധരിപ്പിക്കുന്നതിനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറൽ, PSൻ്റെ ചെയർമാൻ, ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ, മറ്റ് മനുഷ്യാവകാശ കമ്മീഷനുകളുടെയൊക്കെ ചെയർമാൻ, ഇവരൊക്കെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറായിരിക്കും ഒരു സംസ്ഥാനത്ത് എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. മറ്റ് പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഒരു പ്ലാനിംഗ് ബോർഡ് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ആ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണ്. മറ്റൊന്നാണ് ക്രൈസിസ് മാനേജറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി. പിന്നെ അദ്ദേഹം ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെയും മെമ്പർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും ഗവർണറെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.